ചരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ രാവിലെയാണ് തൊഴുതിരിക്കുന്നത്. ഉഷപൂജയുടെ ഉണ്ണികൃഷ്ണൻ മഞ്ഞ പട്ടൊക്കെ ആയിരുന്നു ഇന്നത്തെ ആ ഒരു അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. ഇടക്കെട്ട് എന്ന് പറയണ പോലെ അരയിൽ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണ്. അതല്ലാതെ പട്ടുടുത്തിട്ടൊന്നുമല്ല കേട്ടോ. കോണൊക്കെ എടുത്തിട്ട് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് ഉഷപൂജയ്ക്ക് എപ്പോഴും അലങ്കാരം ഉണ്ടാവാറ്. രണ്ട് മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല സുന്ദരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ. ഇന്നലെ ആണെങ്കിലോ പറയണ്ട, അത്രയ്ക്ക് സുന്ദരനായിരുന്നു. ഇന്നലെ ആലിലയില് വിരലുണ്ട് കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ നല്ല വലിയ ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ. നല്ല സുന്ദരൻ ഉണ്ണികൃഷ്ണനായിരുന്നു. എന്തായാലും ആലില കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ. ഇന്നത്തെ കഥ തുടങ്ങാം അല്ലെ. നമുക്ക് പണ്ട് 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 നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കണ പോലെ പണ്ട് 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 എന്ന് പറയുന്ന പോലെ ശകുനി എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരന് വൃഗാസുരൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു. ഈ വൃഗാസുരന് പെട്ടെന്നൊരു തോന്നല്, ഒരു എന്താ പറയാ, ഭക്തി മാർഗത്തിലേക്കൊക്കെ തിരിയണം എന്നും വെറുതെ ഒന്നും അല്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവരൊക്കെ വരുള്ളൂ. അപ്പോ തപസ് അനുഷ്ഠിക്കണം എന്നും പെട്ടെന്ന് വരം നേടിയെടുക്കണം എന്നും ഒക്കെ ഒരാഗ്രഹം. ആ സമയത്താണ് നാരദ മഹർഷിയെ കാണാൻ ഇടയായത്. നാരദരെ കണ്ടതും അദ്ദേഹം ചോദിച്ചു, എനിക്ക് പെട്ടെന്ന് ഈശ്വര സാക്ഷാത്കാരം നടത്തണം, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഈശ്വരൻ ആരാണ് എന്ന്. നാരദൻ പറഞ്ഞു, സംശയമില്ല, ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ, മഹാദേവനെ ഉപാസിച്ചോളൂ, വളരെ നല്ലതാണെന്ന്. അപ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ ഉപാസിക്കാനായിട്ട്, അത് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി. ആ ഗംഗാ തീരത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഗംഗാജലം എടുത്ത് ശിവലിംഗത്തില് അഭിഷേകം ചെയ്യണം, പഞ്ചാക്ഷരം ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നാരദ മഹർഷി പോയി. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, ഇതിപ്പോ എന്താ, അത് കുറെ വെള്ളം മുക്കി കൊണ്ടുവന്ന് ഈ തലയിൽ ഇങ്ങനെ ഒഴിക്കുക, ഇതിലൊക്കെ എന്താ ഉള്ളത്, കുറച്ച് സാഹസികത വേണ്ടേ, എന്തെങ്കിലും സാഹസികത ചെയ്താലേ പെട്ടെന്ന് ഈശ്വരൻ വരുള്ളൂ, അല്ലാതെ വെറുതെ കുറെ വെള്ളം ഒഴിച്ചു എന്ന് വെച്ചിട്ട് ഈശ്വരൻ എങ്ങനെ വരാനാണെന്ന്. അപ്പൊ അതിന് പിന്നെ എന്താ ചെയ്യാം. അദ്ദേഹം വിചാരിച്ചു, ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കി. എന്നിട്ട് ആ ഹോമകുണ്ഡത്തിലേക്ക് അദ്ദേഹത്തിന്റെ തന്നെ ശരീരഭാഗങ്ങൾ മുറിച്ച് ഹോമിക്കാൻ തുടങ്ങി. നോക്കണേ കഥ എന്ത് മാതിരിയാലേ. വിഡ്ഢിത്തരം കാണിക്കുന്നതിന് ഒരു പരിധി വേണ്ടേ. ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ, പ്രസാദിപ്പിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുത്ത വഴിയാണ് അദ്ദേഹത്തിന്റെ തന്നെ ഓരോ ശരീരഭാഗങ്ങളെ വെട്ടി ഹോമിക്കല്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. വളരെയധികം വേദന സഹിക്കുന്നുണ്ട്, വികൃത രൂപമായി തുടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, എന്തിനു പറയുന്നു, ഏഴാമത്തെ ദിവസമായിട്ട് മഹാദേവന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇദ്ദേഹം വിചാരിച്ചു, നാരദരെ പറ്റിക്കുകയാണല്ലേ, ക്ഷിപ്രപ്രസാദിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ ഏഴാമത്തെ ദിവസമായി, ഇനിയിപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു കോലത്തില് ഭഗവാനെ ഭജിക്കാൻ പോയിട്ട് വിഡ്ഢിയായി പോയി എന്ന് ആളുകൾ അറിഞ്ഞാൽ ശരിയാവില്ല. മഹാദേവന് എൻ്റെ ഉപാസന അങ്ങോട്ട് സ്വീകരിക്കട്ടെ, എൻ്റെ ഈ ശിരസ് അറുത്ത് ഞാൻ ഹോമിക്കാൻ പോവാണ്. അപ്പൊ ശിരസ് അറക്കണമെങ്കിൽ വേറൊരാള് അറക്കണല്ലോ, എങ്ങനെയാ അപ്പൊ അതിന് സാധ്യമാവുക. അദ്ദേഹം ഹോമകുണ്ഡത്തിലേക്ക് തലയൊക്കെ നീട്ടിപ്പിടിച്ചു, കൈയെടുത്തു, വാളെടുത്ത് കഴുത്തിന് നേരെ അങ്ങോട്ട് വെട്ടാറായി എന്ന ആ ഒരു സമയത്ത് മഹാദേവൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ സാധാരണ ഭക്തനാണെങ്കിൽ എന്താ ചെയ്യുക, ശംഭോ രുദ്ര മഹാദേവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് തൊഴുത് നമസ്കരിക്കുകയാണ് ചെയ്യുക അല്ലെ. എന്നാൽ ഇദ്ദേഹം അങ്ങനെയൊന്നും അല്ലാട്ടോ ചെയ്തു. വന്നോ ശിവൻ എന്നാണ് അത്രേ ചോദിച്ചത്. ആചാര്യൻ വളരെ രസകരമായിട്ടാ ഈ കഥ പറയാറ് കേട്ടോ. വന്നോ ശിവൻ, താൻ എവിടെ പോയി കിടക്കുകയായിരുന്നു എന്ന് തന്നെയായിരുന്നു ആ ഒരു ചോദ്യത്തിന്റെ അർത്ഥം. മഹാദേവൻ ചിരിച്ചു. മഹാദേവൻ ആദ്യം തന്നെ ആ വൃഗാസുരന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം മാറ്റി പഴയ പോലെ അദ്ദേഹത്തിന് ആരോഗ്യം നൽകി. സന്തോഷായി. ഇനി ചോദിക്കൂ, എന്താ വേണ്ടത് അങ്ങേക്ക്, എന്നെ എന്തിനാണ് അങ്ങ് ഉപാസിച്ചിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്കൊരു വരം വേണം, വരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപാസിച്ചത്. ശരി, അങ്ങേക്ക് എന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും അവര് ഭസ്മായി പോണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് ഇത് തന്നെയാണോ വേണ്ടത്, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് സാവകാശത്തിൽ പറഞ്ഞാൽ മതി എന്നായി മഹാദേവൻ.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംശയമില്ല, എനിക്കിത് തന്നെയാണ് വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണേ കഥ. ആരെയാണോ അനുഗ്രഹിക്കണത് അവര് ഭസ്മായി പോണെന്ന്. ഇങ്ങനൊരു വരം വാങ്ങലുണ്ടോ? മഹാദേവൻ പറഞ്ഞു, അങ്ങേക്ക് അത് തന്നെയാണ് വേണ്ടത് എന്ന് ഉറപ്പാണെങ്കിൽ തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ഇപ്പൊ എനിക്ക് വരം കിട്ടിയോ? കിട്ടി. ഇതിപ്പോ ഫലിക്കുവോ? ഫലിക്കും. ഫലിക്കുന്നപ്പോ ഞാൻ എങ്ങനെയാ അറിയാ? അതിപ്പോ എന്താ അങ്ങനെ ചോദിക്കണത്? എന്നെ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ എന്ന് മഹാദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മഹാദേവനോട് പറഞ്ഞു, അല്ല ഇതൊന്ന് പരീക്ഷിച്ച് ബോധ്യപ്പെടാതെ അങ്ങ് പോയാൽ പറ്റില്ല, അങ്ങ് ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. അതിനിപ്പോ അങ്ങ് എന്താ ചെയ്യാൻ പോണേ? ഞാൻ എൻ്റെ കൈ കൊണ്ട് അങ്ങയുടെ തലയിലൊന്ന് തൊടാം. ഇതിപ്പോ ഫലിച്ചു വെച്ചാൽ അങ്ങ് ഭസ്മായി പോവുമല്ലോ, അത് കാണാലോ എന്ന് പറഞ്ഞു ത്രൈവിഗ്രഹസുരൻ. മഹാദേവൻ പറഞ്ഞു, അല്ല ഞാനേ അങ്ങ് ഈ തലയൊക്കെ വെട്ടി ഹോമിക്കാൻ നിന്നപ്പോ ധൃതിയിൽ നിന്നാണ് കൈലാസത്തിൽ നിന്ന് പോകുന്നതേ. ഞാൻ പാർവതിയോടും കുട്ടികളോടും ഒന്നും പറഞ്ഞിട്ടില്ല, വേഗം അങ്ങോട്ട് പോരുകയുണ്ടായേ. അതുകൊണ്ട് എനിക്ക് തിരിച്ചു ചെല്ലാതെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം ഒട്ടും സംശയമില്ലാണ്ട് പറഞ്ഞു, ഒട്ടും പരിഭ്രമിക്കേണ്ട, ഞാൻ പോയിക്കോളാം കൈലാസത്തിലെ പാർവതിയുടെ അടുത്തല്ലേ, അതൊക്കെ ഞാൻ പോയിക്കോളാം എന്ന്. സാക്ഷാൽ അമ്മയെ ആണ് പറയണത് കേട്ടോ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം എന്ന്. അപ്പൊ മഹാദേവൻ പറഞ്ഞു, അല്ല അത് ശരിയാവില്ല, എന്റെ നേരെ പരീക്ഷിക്കാൻ പറ്റില്ല എന്ന്. പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് അങ്ങയുടെ നേരെ തന്നെ പരീക്ഷിക്കണം എന്ന്. മഹാദേവൻ ഓടി. അപ്പോ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ അവിടെ. ഈ പ്രത്യക്ഷനായ മഹാദേവന് അപ്രത്യക്ഷനാവാനുള്ള കഴിവുണ്ടാവില്ലേ? അദ്ദേഹത്തിന് അപ്രത്യക്ഷനായ പോരാ. എന്താ കാര്യം? ഇദ്ദേഹത്തിനെ പോലുള്ള അസുരന്മാരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയുന്ന ഒരു മൂർത്തി ഉണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നെ വേണം എന്നാ മഹാദേവൻ വിചാരിച്ചത്. അതുകൊണ്ട് എന്താണ്ടായി? മഹാദേവൻ ഓടുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്താ പറയാ, മഹാദേവനുണ്ടോ വളരെ സ്പീഡിൽ ഓടാൻ വയ്യായിക? അങ്ങനെയൊന്നുമില്ല. പക്ഷെ മഹാദേവൻ എന്താ ചെയ്തേ? ഒരു 10 അടി മുന്നിലാണ് ഓടുക. തൊട്ടില്ല എന്നുള്ള ഭാവത്തില്. ഇപ്പൊ വൃഗാസുരൻ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടാ ഓടണേ. എപ്പോഴാണ് മഹാദേവന്റെ അടുത്തെത്തുക, തലയിൽ കൈവയ്ക്കണം എന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ഇദ്ദേഹം ഓടും. 2 കൈ അകലത്തിലാണ് മഹാദേവൻ ഓടുന്നത്. ഇങ്ങനെ ഓടി 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 അവസാനം ഒരു പോയിന്റിലെത്തിയപ്പോ മഹാദേവനെ കാണാനില്ല. ഇദ്ദേഹം ഓടാൻ തുടങ്ങി. എവിടം വരെ എത്തിയെന്നറിയോ? വൈകുണ്ഠത്തിന്റെ മുമ്പിൽ വരെ എത്തി. അപ്പോ മഹാദേവൻ എന്താ ചെയ്തത്? വൈകുണ്ഠത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ആ കയറുന്ന ആ ഒരു എൻട്രൻസ് എന്ന് പറയണില്ലേ, അവിടെ ഉണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവിടെ നിൽക്കണു കേട്ടോ. നമ്മുടെ മഹാവിഷ്ണു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് കൈകൊണ്ട് കാണിച്ചു അത്രേ, വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട് എന്ന്. അദ്ദേഹവും ഇങ്ങനെ എന്താ പറയാ, തംസപ്പ് കാണിച്ചു അത്രേ, പോയിക്കോളൂ ധൈര്യമായിട്ട് എന്ന്. അങ്ങനെ മഹാദേവൻ അകത്തേക്ക് ഓടിക്കയറി. ആ സമയത്ത് മൃഗാസുരൻ ഓടിക്കതച്ചെത്തുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തില് അവിടെ നിന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിറയെ പാത്രങ്ങളിലായിട്ട് അനേകം തരത്തിലുള്ള പാനീയങ്ങൾ വെച്ചിട്ടുണ്ട്. എന്ത് പാനീയങ്ങളാണ്? പഴച്ചാറുകൾ, വളരെ മധുരമുള്ള ജ്യൂസ് എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. സംഭാരമുണ്ട്. അതേമാതിരി അനേകം ശീതള പാനീയങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു എന്താ പറയുക, വഴിയമ്പലത്തില് ശീതള പാനീയം നൽകാൻ നിൽക്കുന്ന ഒരു ബ്രാഹ്മണ കുമാരനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് വൃഗാസുരൻ ഓടിക്കതച്ചെത്തുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങോട്ടാ ഇങ്ങനെ ഓടുന്നത്, എന്തിനാ ഇങ്ങനെ കിതയ്ക്കണത് എന്ന് ചോദിച്ചു. അതെ, അയാൾ ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചു. അയാള് ആ മഹാദേവനെ, കൈലാസത്തിലുള്ള ആ മഹാദേവൻ ഈ വഴിക്കെങ്ങാനും വന്നു? ഈ വഴിക്ക് ഇപ്പോ വന്നോ? ഇല്ല, വന്നിട്ടില്ല എന്ന് തന്നെയാ എനിക്ക് തോന്നണത്. ഇനിയിപ്പോ ഒരാള് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയോ ചോദിച്ചാൽ നിശ്ചല്യ. അല്ല, എന്തിനാ ഇപ്പൊ മഹാദേവനെ കാണണത് എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ പറഞ്ഞു, അതെ, എനിക്കൊരു വരം കിട്ടിയിട്ടുണ്ട് മഹാദേവന്റെ കയ്യിൽ നിന്ന്. അത് ഫലിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ആ വിദ്വാൻ അത് കേൾക്കണില്ല എന്നായി വൃഗാസുരൻ. ഇത് കേട്ടപ്പോ മഹാവിഷ്ണു ഉറക്ക പൊട്ടി ചിരിച്ചു അത്രേ. അങ്ങ് എന്തിനാ ചിരിക്കണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആട്ടെ, ആരാ പറഞ്ഞത് മഹാദേവനെ ഭജിച്ചാൽ അനുഗ്രഹം നേടാമെന്ന്? അത് നാരദ മഹർഷിയാണ് പറഞ്ഞത്. ഈ നാരദരുടെ പണി പണ്ടേ ഇങ്ങനെ തന്നെയാണ്. എന്താ, ആളുകളെ ഇങ്ങനെ കലശലൂട്ടുക, പരിഹസിക്കുക എന്നൊക്കെ പറയില്ലേ, ഇതിലൊരു വല്ലാത്ത രസം കണ്ടെത്തുന്ന ആളാണ് നമ്മുടെ നാരദ മഹർഷി. അതുകൊണ്ട് സംഭവിച്ചതാണ് ഇതിങ്ങനെ എന്ന് പറഞ്ഞു. അതെന്താ അപ്പൊ അങ്ങനെ പറയണത്? അതെന്താന്ന് ചോദിച്ചാൽ, പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. ഇപ്പൊ മഹാദേവന് അത്രയ്ക്കൊന്നും പവർ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു.
അതെന്താ അങ്ങനെ? അത് ആ ദക്ഷയാഗം പോയി മുടക്കാൻ ശ്രമിക്കുകയോ സതിയെ ദഹിപ്പിച്ചു കൊടുത്തെന്ന് എടുത്തുകൊണ്ടോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടത്രേ അദ്ദേഹം. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണോ എന്നറിയില്ല, ആ ശക്തിയൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പൊ അദ്ദേഹം എന്ത് വരം കൊടുത്താലും ഫലിക്കില്ല. ഇതൊക്കെ നാരദർക്കും നന്നായിട്ട് അറിയാം, തന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൃകാസുരൻ പറഞ്ഞു, എനിക്കും സംശയം തോന്നാതില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനൊന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഉടനെ ഓടി. അപ്പോ ഞാൻ വിചാരിച്ചത് ജീവഭയത്തിലുള്ള ഓട്ടാണെന്ന്. അതല്ല, വരം ഫലിക്കില്ല എന്നുള്ളത് കൊണ്ട് ഓടിയതാവൂലേ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, സംശയമില്ല, വരം ഫലിക്കില്ല എന്നുള്ളത് കൊണ്ട് ഓടിയതാണ്. അങ്ങേക്ക് സംശയമുണ്ടോ വരം ഫലിക്കോ? അല്ല, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ഹോമമൊക്കെ നടത്തിയിട്ട് അദ്ദേഹം പ്രത്യക്ഷനായതാണ്. ഈ പ്രത്യക്ഷനായ സമയത്ത് എൻ്റെ എല്ലാ മുറിവുകളും അദ്ദേഹം ഉണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥിതിക്ക് ഇതും ഫലിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ ഇപ്പോഴും നടക്കും, പക്ഷെ വലിയ വലിയ വരങ്ങളൊന്നും നടക്കില്ല. അങ്ങേക്ക് ഇനിയും സംശയമുണ്ടോ? എനിക്ക് സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചെറുതായിട്ട് സംശയമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്തോളൂ, അങ്ങയുടെ ചെറുവിരലെടുത്ത് തലയിൽ വെച്ചോളൂ എന്ന്. അല്ല, അപ്പൊ ഞാൻ മരിച്ചു പോയാൽ എങ്ങനെയാന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും മരിക്കില്ല. അങ്ങ് എന്താണ് വരം ചോദിച്ചിരിക്കണത്? എൻ്റെ കൈ തലയിൽ വെച്ചാൽ ഭസ്മായി പോണെന്ന്. കൈ വെച്ചാൽ എന്നല്ലേ പറഞ്ഞത്, വിരൽ വെച്ചാൽ എന്നല്ലല്ലോ. അല്ല, വിരൽ വെച്ചാൽ എന്നല്ല പറഞ്ഞത്, കൈ വെച്ചാൽ തന്നെയാ പറഞ്ഞത്. ആ, അപ്പൊ കൈ വെച്ചാൽ ഇപ്പൊ എന്താ ഉണ്ടാവുക? ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ധൈര്യമായിട്ട് ആ ചെറിയ വിരലെടുത്ത് തലയിൽ വെച്ചാലും മതി. ഒന്ന് വെച്ചു നോക്കൂ, എന്തിനാ ഇപ്പൊ വേറൊരാളുടെ തല, അവനവന്റെ തല തന്നെയല്ലേ, അത് പരീക്ഷിച്ചുകൂടെ എന്ന് ഭഗവാൻ ചോദിച്ചു. ആരാ ചോദിക്കണത്? ഭഗവാന്റെ വാക്കുകളില് ലയിച്ചു പോവാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഒന്ന് ഷോക്ക് അടിക്കും. ഇപ്പൊ അഥവാ ബോധെങ്ങാനും പോയിച്ചാൽ ഇവിടെ നിരന്നിരിക്കേണ്ട ശീതളപാനീയങ്ങള് ഞാൻ വേണ്ടതൊക്കെ ചെയ്തോളാം. മുഖത്ത് കുറച്ച് വെള്ളം തെളിക്കുകയോ കുറച്ച് വെള്ളം തരികയൊക്കെ ചെയ്താൽ അതങ്ങോട്ട് മാറിക്കിട്ടും. ഫലിക്കോന്ന് അറിയുകയും ചെയ്യാലോ. ഇതിപ്പോ പറഞ്ഞു കേട്ടപ്പോഴേ എനിക്കും വലിയ ആകാംക്ഷയായി, ഫലിക്കോ ഇല്ലയോ എന്ന് അറിയാൻ. എന്തായാലും പരീക്ഷിക്കാൻ ഒരു തല വേണമെന്നല്ലേ ഉള്ളൂ, അങ്ങ് ധൈര്യമായിട്ട് കൈവച്ചോളൂ എന്നാ പറഞ്ഞത്. ഇത് കേട്ടതും മൃഗാസുരൻ അദ്ദേഹത്തിന്റെ ചെറുവിരലെടുത്ത് തലയിൽ വെച്ചതും ഭസ്മാവലും ഒരേ സമയത്ത് കഴിഞ്ഞു അത്രേ. ഇതങ്ങോട്ട് കണ്ടതും മഹാദേവൻ ചിരിച്ചുകൊണ്ടാണ് ആ വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അദ്ദേഹം പറഞ്ഞു അത്രേ, ഇത് അങ്ങേ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇവിടെ 10-20 തരത്തിലുള്ള ശീതളപാനീയങ്ങൾ നിരത്തി വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഈ അസുരനെ ഇങ്ങനെ ഭസ്മമാക്കി കളഞ്ഞില്ലേ, അത് അങ്ങേ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അത്രേ. ഉടനെ ഭഗവാൻ പറഞ്ഞു അത്രേ, ആ ഗംഗാ തീരത്ത് ഇരുന്നു കൊണ്ട് ശിവലിംഗത്തിന് ഒരു തരി ജലം കൊണ്ട് അഭിഷേകം ചെയ്യാതെ കണ്ട് തോന്നിവാസം കാണിച്ച ഇദ്ദേഹത്തിന് ഇത് തന്നെ ശിക്ഷയായിട്ട് നൽകാൻ സാധിക്കുള്ളൂ, വെള്ളം ഇറങ്ങാതെ ഭസ്മമായി പോവുക. അപ്പോൾ വളരെ രസകരമായിട്ട് മഹാദേവനും മഹാപ്രഭുവും ചേർന്ന് ആസൂത്രണം ചെയ്തതാണത്രേ ഈ ഒരു വൃകാസുരൻ്റെ കഥ. വൃകാസുരനെ നമ്മൾ ഇന്നറിയപ്പെടുന്നത് ഭസ്മാസുരൻ എന്നുകൂടിയാണ് അല്ലേ. അനേകം പേര് ഭസ്മാസുര മോഹിനി എന്നൊരു കഥയും മോഹിനി രൂപത്തിൽ ഭഗവാൻ വന്നു നൃത്തം ചെയ്തു തലയിൽ കൈവച്ചു എന്നുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. പല പല സീരിയൽ വേർഷൻസും ബാലെ വേർഷൻസും ഒക്കെയാണ് അത്. എന്നാൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് വൃകാസുരനെ വധിച്ച രീതി ഇത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത്. അപ്പോൾ എന്തായാലും മഹാദേവനെ ഭജിക്കണമെങ്കിൽ നമുക്ക് നല്ല സംസ്കാരം ഉണ്ടാവണം മനസ്സിന്. സംസ്കാര സമ്പന്നർക്കുള്ള ആ ഒരു ഈശ്വരനാണ് മഹാദേവൻ എന്നും കൂടി അനുസ്മരിക്കാറുണ്ടായിരുന്നു ആചാര്യൻ. കാരണം സംസ്കാരം ഇല്ലാത്ത രീതിയിൽ ഭജിച്ച് വരുത്തിയിട്ട് എന്താ ഉണ്ടായി? നാശം സംഭവിച്ചു, അത്ര തന്നെ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് സംസ്കാരപൂർവം വേണം മഹാദേവനെ സമീപിക്കാൻ എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു കഥ. അപ്പൊ എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. ഗായത്രി നവദാസ് എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത ചേച്ചി, എനിക്ക് മനസ്സിനൊരു സമാധാനവും ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഡെയിലി ഈവനിങ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് കരഞ്ഞു പോകുന്നു. ഞാൻ ആകെ വീക്കായതുപോലെ, എന്നെക്കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്ത. ജൂണിൽ എക്സാം വരെയാണ്. ഇപ്പോൾ ഒരു ദിവസം 10 ടോപ്പിക് പഠിക്കാൻ എടുത്താൽ അത് മുഴുവൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. പഠിച്ചത് മറന്നു പോകുന്നു. നെക്സ്റ്റ് ഡേ അത് എടുത്ത് റിവൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തുടങ്ങി പഠിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകുന്നു.
എല്ലാ മാസം കണ്ണനെ കാണാൻ വരുമ്പോൾ നാരായണനാമം എഴുതിയ പുസ്തകം സമർപ്പിക്കുന്നുണ്ട്. പിന്നെ കിടക്കുന്നതിന് മുൻപ് 12 തവണ നമസ്കരിക്കുന്നുണ്ട്. ചേച്ചി, എനിക്ക് ഇവിടെ എന്തോ സ്റ്റക്കായതുപോലെ, എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ പ്ലീസ്? ഗായത്രി, ഇങ്ങനെ സ്റ്റക്കായ ഒരവസ്ഥ ഒരു കഥാപാത്രത്തിന് ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്നറിയോ? അർജുനൻ. എവിടെ അദ്ദേഹം സ്റ്റക്കായി പോയത്? മഹാഭാരത യുദ്ധത്തില് ആ യുദ്ധമുഖത്ത് വെച്ച് അദ്ദേഹം സ്റ്റക്കായി പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അർജുനൻ എന്ന വില്ലാളി വീരൻ ഇല്ലാതെ ആ ഒരു പാണ്ഡവരുടെ വിജയം സുനിശ്ചിതമായിരുന്നില്ല. തീർച്ചയായിട്ടും കൗരവരെ 101 പേരെയും വധിച്ചത് ഭീമസേനനാണെങ്കിൽ പോലും അർജുനനും അതേപോലെ തന്നെ തുല്യ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളതാണ് ഈ മഹാഭാരത യുദ്ധം. ഈ ഭാരതയുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇരുവശത്തുമായിട്ട് കൗരവസേനയും അതുപോലെ തന്നെ പാണ്ഡവസേനയും നിരന്നു നിൽക്കുന്ന സമയത്ത് ഭഗവാനോട് പറഞ്ഞിട്ട്, ആ ഭഗവത്ഗീത തുടങ്ങുന്ന സമയത്ത് ഭഗവാനോട് എന്താ അർജുനൻ പറയുന്നത്? എൻ്റെ ഈ രഥം നടുവിൽ കൊണ്ടുവന്ന് നിർത്തൂ, എനിക്ക് എല്ലാവരെയും കാണാൻ പാകത്തിന് എന്ന്. എല്ലാവരെയും കാണാൻ പാകത്തിന് കൊണ്ടു നിർത്തിയ ആ സമയത്ത് അർജുനൻ പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് യുദ്ധം വേണ്ട, എനിക്ക് വനത്തിൽ താമസിക്കുക എന്ന് പറയുന്നത് ഒരു പുത്തരിയുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എല്ലാ കാലത്തും വനത്തിൽ തന്നെയാണ്. രാജകീയ പ്രൗഢിയോടുകൂടി ഞാൻ വളരെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഇവരെയൊക്കെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? രാജ്യം മാത്രമല്ലേ കിട്ടുള്ളൂ, രാജഭോഗങ്ങളല്ലേ കിട്ടുള്ളൂ. അതെനിക്ക് വേണ്ട കൃഷ്ണ, എന്തിനാ ഞാൻ ഇതിനൊക്കെ പുറപ്പെടണേ, എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ധനുസ് നിലത്ത് വെച്ച് അദ്ദേഹം തളർന്നിരുന്നു. ആ സമയത്ത് ആരാണ് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അർജുനനിലെ വില്ലാളി വീരനെ പുറത്തേക്ക് എടുത്തത്? നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. പാർത്ഥസാരഥിയെ ഭജിക്കൂ ഗായത്രി, എല്ലാത്തിനും പരിഹാരമായിട്ട് പാർത്ഥസാരഥിയെ ഭജിക്കൂ. എങ്ങനെ ഭജിക്കണം? ഭഗവത്ഗീത കൊണ്ട് ഉപാസിക്കൂ. ഭഗവത്ഗീതയിലെ ഓരോ അധ്യായങ്ങളും ഓരോ ശ്ലോകങ്ങളും മനസ്സിരുത്തി ചൊല്ലൂ, അത് പഠിക്കൂ, അത് ജീവിതത്തിൽ അപ്ലിക്കബിൾ ആക്കൂ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ പഠിക്കണ കുട്ടികളായതുകൊണ്ട് എളുപ്പത്തിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും. കുറച്ച് സമയമൊന്നും എടുക്കില്ല. സംസ്കൃതം അറിയാത്ത കുട്ടികളാണെങ്കിലും അറിയുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളിപ്പോൾ പഠനത്തിന്റെ ലോകത്തിലാണ്. ഈ ലോകത്തിലുള്ള ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് എന്തും പഠിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകളുടെ ഒരു വിശ്വാസം എന്താണെന്നറിയോ? ഒരു 10-60 വയസ്സ് കഴിഞ്ഞാലാണ് നാമം ജപിച്ചു തുടങ്ങേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ഭാഗവതം വായിക്കാൻ, രാമായണം വായിക്കാൻ. കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, കിടപ്പ് രോഗികളാണ് കേൾക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്ന്. കേട്ടാലും മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ വൈശാഖ മാസത്തില്. അപ്പോൾ ശ്രവണം എന്ന ആ ഒരു ഭക്തിമാർഗം ഉണ്ടല്ലോ, അത് കിടപ്പ് രോഗികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വിചാരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, നമ്മുടെയൊക്കെ ചിന്ത അല്ലേ, നമുക്ക് അറിയില്ല, നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല. പഠിക്കണ കുട്ടികളാണ് ഭഗവത്ഗീത പഠിക്കാനും നാരായണീയം പഠിക്കാനും ഭാഗവതം പഠിക്കാനും ഒക്കെ ഉത്സാഹിക്കേണ്ടത്. കാരണം വൺസ് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ വിട്ട്, പഠനത്തിന്റെ ലോകത്തിൽ നിന്ന് വിട്ട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. ഏത് വ്യക്തിക്കും ഉണ്ടാവും കേട്ടോ, ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അത് റിച്ച് പുവർ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ജീവിതത്തിന്റെ സീരിയസ് ആയിട്ടുള്ള ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് പഠിക്കേണ്ടത് 10 ദിവസം കൊണ്ടേ പഠിക്കാൻ പറ്റുള്ളൂ. നല്ല ബുദ്ധിമുട്ടാവും പഠിച്ചെടുക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് പുസ്തകങ്ങളുടെ ലോകത്ത് നിന്ന് വിട്ടുപോകുന്നതിന് മുൻപ് കഴിയുമെങ്കിൽ ഭഗവത്ഗീത മുഴുവനായിട്ടും പഠിക്കൂ. അത് ഓരോ ദിവസവും ഉപാസനയായിട്ട് കൊണ്ടു നടക്കൂ. കുട്ടിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഈ ഒരു അവസ്ഥയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭഗവത്ഗീത തന്നെയാണ്. യാതൊരു സംശയവുമില്ല. വായിച്ചു തുടങ്ങിയോളൂ കേട്ടോ. അടുത്തതായിട്ട് സോന രഞ്ജൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സൈതമോളെ, എൻ്റെ ഭർത്താവിന് 10 വർഷം മുമ്പ് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞതാണ്. ഇപ്പോൾ വിഷുവിന് ലീവിന് 13-ന് നാട്ടിൽ വന്നതാണ്. അന്ന് തന്നെ കുഴഞ്ഞു വീണുപോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ വാൾവ് റീപ്ലേസ്മെൻറ്റും ബ്ലോക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്. മോളും നമ്മുടെ കൃഷ്ണാരി മിത്രത്തിലുള്ള എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണേ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങൾ കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. പിന്നെ നാരായണീയത്തിലെ ഏത് ശ്ലോകം ആണ് ചൊല്ലേണ്ടത് എന്നുകൂടി പറഞ്ഞു തരണേ. നാരായണീയം മുഴുവനായിട്ടും രോഗശാന്തിക്ക് ആശ്രയിക്കാവുന്നതാണ്. എന്നാലും 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം അസ്മിൻ പരാത്മൻ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം, അത് ഒരു ദിവസം 108 തവണയെങ്കിലും ചൊല്ലി നമസ്കരിക്കൂ. നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ലോണം ആരോഗ്യം ഉണ്ടാവുക തന്നെ ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട്
സവിത നമസ്കാരം. ഞാൻ ഇതിനു മുൻപ് കമന്റ് ചെയ്തിരുന്നു, കണ്ടില്ല എന്ന് തോന്നുന്നു. അനുഭവമായിരുന്നു കമന്റ് ചെയ്തിരുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ സവിതയുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അതിനുശേഷം ഞാൻ നാമങ്ങൾ ചൊല്ലാൻ തുടങ്ങി. എനിക്ക് ഗുരുവായൂർ വന്ന് തൊഴാൻ സാധിക്കുമായിരുന്നില്ല. കാരണം എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഒന്നും ക്യൂ നിൽക്കാൻ വയ്യ. പക്ഷെ അതിശയം എന്ന് പറയട്ടെ, നാമം ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം ഞാനും എൻ്റെ ഫാമിലിയും മാർച്ചിൽ ഗുരുവായൂരിൽ വന്നു. ഇതിനെല്ലാം സവിതയോടാണ് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണാൻ തുടങ്ങിയതിന് ശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1000 നന്ദി സവിത. വളരെയധികം നന്ദി. ഇത്തരം വാക്കുകൾ കേൾക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനമാണ്. കാരണം ഒരാളുടെ ജീവിതത്തിലെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഗുരുവായൂരപ്പൻ അതിനെ എന്നെ ഒരു നിമിത്തമാക്കാൻ തെരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. എൻ്റെ അച്ഛൻ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന് ഞാൻ കണക്കാക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി എൻ്റെ അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് അനുഗ്രഹം പറയുമ്പോഴും എൻ്റെ അച്ഛൻ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കും എന്ന് പറയണത്. അദ്ദേഹം ആരെ പറ്റിയും മോശമായിട്ട് ഒരു വാക്ക് പറയുന്നത് ഞാൻ എൻ്റെ 29 വർഷത്തെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കേട്ടിട്ടേ ഇല്ല. ആരെക്കുറിച്ചും മോശമായിട്ട് പറയണത് കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെന്നറിയോ? എല്ലാവർക്കും നല്ലത് വരുത്തണേ ഗുരുവായൂരപ്പ, കൂട്ടത്തിൽ എന്നെയും കൂടി നന്നാക്കണേ എന്ന് പറയും. ഒരിക്കലും എനിക്ക് നന്നാവണേ, എനിക്കും എൻ്റെ കുടുംബത്തിനും നന്നാവണേ, ഇങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥനയിലേ ഞാൻ കേട്ടിട്ടില്ല. എല്ലാവർക്കും നല്ലത് വരുത്തണേ, കൂട്ടത്തിൽ എനിക്കും നല്ലത് വരുത്തണേ. എങ്ങനെയാ ഇങ്ങനെ പ്യുവറായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുകയെന്ന് എനിക്കും അത്ഭുതം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഉള്ളം കയ്യിൽ വെച്ച് നോക്കുന്ന പോലെ നോക്കി കൊണ്ടുപോയത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട്. ഞാൻ എപ്പോഴും അതും വിചാരിക്കാറുണ്ട് കേട്ടോ. വളരെ പ്യുവർ ഹാർട്ടഡ് ആയിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായം പറയാൻ ആർക്കും ഉണ്ടാവില്ല. ആകെ കൂടി ഒരു മോശം അഭിപ്രായം പറയാനുണ്ടായിരുന്നത് പരമേശ്വരൻ അധികം സംസാരിക്കില്ല എന്നായിരിക്കും. വേറെ ഒന്നും പറയാനുണ്ടാവില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. അത്ര നല്ല ആളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ ആ അച്ഛൻ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം എനിക്ക് ഒരു നിമിത്തമാവാൻ സാധിക്കുന്നത്. ഗുരുവായൂരപ്പൻ അതിനൊരവസരം എനിക്ക് തരുന്നത്. കാരണം എൻ്റെ അച്ഛന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട്. അച്ഛനെ പോലെയുള്ള കുട്ടിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നിറം കുറഞ്ഞത് എന്ന് അച്ഛനൊരു തോന്നലായിരുന്നു. എൻ്റെ പെൺകുട്ടിയല്ലേ, അവൾക്ക് ഭയങ്കര മോഹമാണ് വെളുക്കണമെന്ന്, വെളുത്താൽ മതിയായിരുന്നു, എൻ്റെ പോലെ ആവണം എന്നുണ്ടായിരുന്നില്ല എന്ന് പറയുമായിരുന്നു അച്ഛൻ. അങ്ങനെ അതുപോലെ തന്നെ എന്നെക്കുറിച്ച് അധികം ഇഷ്ടമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. 3 പേരെ ഒരുപോലെ തന്നെയാണ് അച്ഛന്. എന്നാലും അപ്പോൾ അച്ഛനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അച്ഛൻ്റെ പാദത്തിലും ഞാൻ കുറേ അനന്തകോടി നമസ്കരിക്കുന്നു. ഇത്തരം മെസ്സേജസ് എന്നും എനിക്കൊരു പ്രചോദനമാണ്. അതുകൊണ്ട് വായിച്ചോന്നേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് സവിത നമസ്കാരം. മുകേഷിന്റെ സങ്കടം കേട്ട് സവിത ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റാൻ ഉണ്ണികൃഷ്ണനോട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ പ്ലീസ്? ഞങ്ങൾ വളരെ വിഷമത്തിലാണ് എന്നാണ് ശശിജയ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഞാൻ മുകേഷിന് വേണ്ടി മാത്രമൊന്നുമല്ല പ്രാർത്ഥിക്കാറ്, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രാർത്ഥനകൾ തരുമ്പോൾ ഞാനത് മറന്നു പോകാറുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഏതൊക്കെ ദിവസങ്ങളിൽ പറഞ്ഞു, അവരുടെ ആവശ്യം എന്ത്, ഇതൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചാൽ, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ കാളിയമർദ്ദന കൃഷ്ണൻ ഉണ്ടല്ലോ, ഞാൻ ആ ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പറയാറുണ്ട്, അനേകം പേരുടെ സങ്കടങ്ങൾ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊക്കെ ഈ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരെയും അങ്ങ് വേണ്ട പോലെ അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ സ്വീകരിക്കുന്ന എനിക്ക് 100% വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ അത് സംഭവിക്കാറുണ്ട്. അത് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിനിധീകരിച്ച് ഗുരുവായൂരപ്പൻ്റെ ഏജൻ്റായിട്ടല്ല കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഓരോരുത്തരും എന്താ പറയുക, വിശ്വസിച്ചിട്ടല്ലേ പറയണേ, സോ ഇതൊന്ന് പോയി പറയൂ എന്ന് പറയുമ്പോൾ ഞാനത് പോയി പറയാറുള്ളത് ഇങ്ങനെയാണ്. അപ്പം മുകേഷിൻ്റെ പ്രാർത്ഥന എന്ന് പോലെയല്ല, എല്ലാവരുടെ പ്രാർത്ഥനയും അവിടെ എത്തുന്നുണ്ട്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വേണ്ട സമയത്ത് വേണ്ടതുപോലെ നേരെയാക്കി തരുകയും ചെയ്യും. ഉറപ്പായിട്ടും വിശ്വസിക്കൂ. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വ പാപ വിനാശന, സർവ്വ ദുഃഖ വിനാശന, സർവ്വ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.